ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഏത് സാഹചര്യങ്ങളുമായിക്കോട്ടെ, എല്ലാ കാലത്തും ദൈവത്തിങ്കൽ ആശ്രയിക്കുന്നവരായി മാറുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അവരെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഏത് സമയം, ഏത് സീസൺ എന്തായിക്കോട്ടെ, ഏത് വഞ്ചനയിലും, ഏത് പീഡനത്തിൻ്റെയും, ഏത് താഴ്ചയുടെയും, ഏത് ഉയർച്ചയുടെയും, ജീവിതത്തിൻ്റെ നല്ല അനുഭവങ്ങൾ, ഉയർന്ന അനുഭവങ്ങൾ, താഴ്ന്ന അനുഭവങ്ങൾ, ഏതനുഭവമായിക്കോട്ടെ, എക്കാലത്തും ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി നമ്മുടെ ജീവിതം മാറണം. സങ്കീർത്തനം 62:8 ദൈവജനം ഇങ്ങനെ പറയുന്നു: ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിക്കുവിൻ. എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ. നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവിൻ. ദൈവം നമുക്ക് സങ്കേതമാകും. ഞാൻ ഒരിക്കൽ കൂടെ വായിക്കുന്നു: ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ. ട്രസ്റ്റ് ഇൻ ഹിം അറ്റ് ഓൾ ടൈംസ്. ഓ പീപ്പിൾ, ജനമേ, ഓൾ ടൈംസ്, എല്ലാ കാലത്തും കർത്താവിങ്കിൽ എന്ത് ചെയ്യുക? ആശ്രയിക്കുന്നവരായിത്തീരുക. നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവിൻ. പവർ ഔട്ട്. നമ്മുടെ ഹൃദയത്തെ ആരുടെ മുമ്പിൽ പകരണം? ദൈവസന്നിധിയിൽ പകരണം. കാരണം എപ്പോഴും നമ്മുടെ സങ്കേതമായ ബലമായ നല്ല കർത്താവാണ്. അപ്പം നമ്മുടെ ബലമായ, നമ്മുടെ സങ്കേതമായ കർത്താവിങ്കിൽ നമ്മ എല്ലാ കാലത്തും ആശ്രയിച്ച് നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരുന്നവരായിത്തീരും. അങ്ങനാണെങ്കിൽ നിശ്ചയമായി ദൈവത്തിൻ്റെ പ്രവൃത്തിയും ദൈവത്തിൻ്റെ വിടുതലുകളും തല ഉയർത്തുന്ന അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നിശ്ചയമായി വെളിപ്പെടും. നിങ്ങൾ ആഗ്രഹിക്കുന്നു ദൈവിക വിടുതലുകൾ, ദൈവിക അനുഗ്രഹങ്ങൾ, തല ഉയർത്തുന്ന ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങളുടെ മേൽ, നിങ്ങളുടെ ഭാവിയുടെ മേൽ, നിങ്ങളുടെ കൂടാരത്തിന് മേൽ വെളിപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. ഒറ്റക്കരം, എൻ്റെ ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ. നിങ്ങളുടെ ഹൃദയം എപ്പോഴും അവന് മുമ്പിൽ പകരുവിൻ. കാരണം നമ്മുടെ സങ്കേതമാകുന്ന, ബലമാകുന്ന ദൈവമാണ്. ആ സങ്കേതവും നമ്മുടെ ബലമാകുന്ന ദൈവത്തിന് മുമ്പിൽ ഹൃദയം പകർന്നാൽ ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. ആ ദൈവത്തിങ്കിൽ ആശ്രയിച്ചാൽ നിശ്ചയമായി ദൈവിക വിടുതലും അത്ഭുതവും നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ബൈബിൾ പരിശോധിക്കുമ്പോൾ 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ ഹന്ന എന്ന് പറയുന്ന ഒരു സഹോദരിയെ നമുക്ക് പ്രിയപ്പെട്ടവരെ കാണാൻ സാധിക്കും. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി കൂടെ കടന്നു പോകുമ്പോഴും, കുത്തുവാക്ക് കേൾക്കുമ്പോഴും, തലമുറയില്ലാത്തതിൻ്റെ പേരിൽ ഭാരപ്പെടുമ്പോഴും, മറ്റുള്ളവർ കളിയാക്കുമ്പോഴും താൻ ഓടി ആലയത്തിൽ ദൈവസന്നിധിയിലേക്ക് ഓടിച്ചെന്ന് ഹൃദയത്തെ പകർന്ന് പ്രാർത്ഥിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. കാരണം പലപ്പോഴും കരഞ്ഞ് പട്ടിണി കിടന്ന ഒരു സഹോദരി ആലയത്തിൽ വന്ന് ഹൃദയം